ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ടാ നിങ്ങൾ ഇന്ന്? സ്കൂളൊക്കെ അടച്ചില്ലേ? സ്കൂളൊക്കെ അടച്ചല്ല, ജാളി മാളിയായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഇന്ന് ഞങ്ങൾ പാണത്തൂര് പോവുകയാണ്. നമ്മള് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി. കടകളൊക്കെ അടഞ്ഞു. കടകള് ചോറെടുത്തുണ്ട്. ഗ്യാസ് ഇല്ലാത്തോണ്ട് കടകൾ മൊത്തം അടവാണ്. മൊത്തത്തിലൊരു മന്ദഗതിയായി. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു ട്രാവൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. നമ്മളെ സ്ഥലങ്ങൾ ഏതൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ വഴി, അതുപോലെ തന്നെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ നമ്പർ നമ്മൾ വീഡിയോക്കകത്ത് കൊടുക്കലുണ്ട്. 98 95 18 18 86 ആണ്. അപ്പൊ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ നേരെ പാണത്തൂരിന് പോവുകയാണ്. സ്കൂളൊക്കെ അടച്ചിട്ടുണ്ട്. ഇന്നലെ സ്കൂൾ അടച്ചു. ഇന്ന് നമ്മള് വെക്കേഷൻ ആരംഭിച്ചപ്പോ നമ്മള് യാത്ര അങ്ങോട്ട് തുടങ്ങി. അപ്പൊ അങ്ങനെ ഇറങ്ങിയതാണ്. 2 മാസം ഞങ്ങൾ ഇനി ഇങ്ങനെ അതേപോലെ ഫുള്ള് കറക്കം തന്നെ ആയിരിക്കും. അപ്പോഴത്തേന് നമുക്ക് ഗ്യാസ് എണ്ണയും കിട്ടാതാവും അല്ലേ? ഇപ്പൊ എണ്ണക്കൊക്കെ പെട്രോളിനും ഡീസലിനൊക്കെ ക്ഷാമാവും തോന്നുന്നു. സ്കൂളിലെ പ്രോഗ്രാം ഒക്കെ അടിപൊളിയാ. എന്റെ ഡാൻസ് ഒക്കെ അടിപൊളിയാണല്ലോ. കിച്ചുകുട്ട ലച്ചുദേ ഇവിടെ ഇരിക്കുന്നുണ്ട്. കിച്ചു രണ്ടാളും രണ്ടറ്റത്ത് ഇങ്ങനെ ഇരിക്കാണ്. അടിപൊളി ഷർട്ടാണല്ലോ. നല്ല സൂപ്പർ ഷർട്ടാണ്. റെഡ് ഞാൻ എടുത്തിട്ടില്ലല്ലോ. റെഡ് ഇല്ലടാ. അപ്പൊ നമുക്ക് പോയിട്ട് തിരിച്ചു തന്നെ പോരാ അല്ലേ? പോയിട്ട് തിരിച്ചുതരാം. എടുത്തു കഴിഞ്ഞിട്ട് ചിലപ്പോ ഞങ്ങള് നേരെ ഇങ്ങനെ പോയി അപ്പുറത്ത് പോകും. എവിടെ അതൊക്കെ നമ്മള് കുറച്ചാണ്ട് എത്തിയിട്ട് അതിനനുസരിച്ച് പ്ലാൻ മാറ്റുള്ളൂ അല്ലേ? അവിടെ ചിലപ്പോ പറയാൻ പറ്റില്ല. ഈ പോക്ക് പാണത്തൂര് കാരണം ഇങ്ങനെ പോകും. ചിലപ്പോ അവിടെ എത്തുമ്പോഴായിരിക്കും പാണത്തൂരല്ല വേറെ സ്ഥലത്താണെന്ന് പറഞ്ഞ പിന്നെ ഇങ്ങനെ അങ്ങോട്ട് പോകും. അപ്പൊ അങ്ങോട്ട് പോണ കാഴ്ചകളും സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാൻ നമുക്ക് കേട്ടോ. വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിയിട്ടേ ഉള്ളൂ, കുറച്ചും ഇങ്ങോട്ട് എത്തിയുള്ളൂ. ഇപ്പൊ നമ്മള് മുട്ടിച്ചരലെത്തി. ടർഫൊക്കെ തുടങ്ങണ നല്ല ആളുണ്ട് തോന്നല്ലേ? ആള് വൈകുന്നേരം ആകുമ്പോ ഉണ്ടാവും. അവിടെ മണിക്കൂറിന് എത്ര? 800 റുപ്യ ഒരു മണിക്കൂർ കളിക്കാൻ. കടകളൊക്കെ ആയി. നമ്മൾ ആദ്യം ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ കടകളൊന്നും ഇല്ലായിരുന്നില്ലേ? ഇങ്ങനെ കടകളും ഒക്കെ സെറ്റായി. കേട്ടോ അവിടെ പൂത്തിനെ വളർത്തുന്നുണ്ട്. പൂത്തിനെ കൊണ്ട് ഇറക്കണം. ചേട്ടനാണ് പോകുന്നത്. കടകൾ അടച്ചിട്ടേക്കണ ഇപ്പൊ ഗ്യാസ് ഒന്നും കിട്ടാനില്ലല്ലോ. അതുകൊണ്ട് അത് ആ AC-ന്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ സാധനം എടുക്കണേറ്റ്. അപ്പം രാവിലെ ഇപ്പം എത്രയും സമയം? 11 മണിയായില്ലേ? 10:52 മാല അല്ലേ? അത് കഴുത്തലിടണേ അവിടെ ആയിട്ടോടാ. ഈ ഒരു വീഡിയോ നമ്മൾ കൊറേ നോക്കിയല്ലേ? ആ കാണാല്ലേ? അവിടെ ആരും കാണലില്ല. അവര് വാടകയ്ക്കാരൊക്കെ കൊടുത്തേക്കാണ്. നല്ല വളവാട്ടത്. വളവാ ലോറി ഉണ്ടായിരുന്നോ? അങ്ങനെ നമ്മൾ ഏകദേശം ഇരിയ എത്താനായിട്ടോ. കുറച്ചുകൂടി പോയാ ഇരിയോടെത്തും. ഇരിയെത്തെന്ന് പറയാ. ഇരിയെത്താനായി നമ്മള്. സ്ഥിരം റൂട്ടാണ്. സ്ഥിരം ബസ് കഷ്ടം പോലെ. ചിലപ്പോ അങ്ങോട്ട് പോകും, ചിലപ്പോ ഇങ്ങോട്ട് വരും അല്ലേ? ഇതാണ് നമ്മളെ ഇരിയ സ്കൂള്. ഇവിടെ പോണോ നമുക്ക് സ്കൂളില്? നമുക്ക് നാട്ടിൽ പോവാല്ലേ? നമുക്ക് നാട്ടിലോട്ട് പോവാം.
ഇത് അയ്യോ നമ്മളെ ഗാർഡൻ കഴിഞ്ഞിട്ടോ. ഞാൻ ഗാർഡൻ കാണിക്കണം വിചാരിച്ചു. പക്ഷെ നിറയെ പൂക്കളുണ്ടായിരുന്നു. വരുമ്പോ കാണിക്കാം. അവിടെ ഹൗസ് ബോട്ടാക്കി തിരിച്ചോ? അവിടെ കല്ലൊക്കെ കെട്ടിയ അടിപൊളിയാക്കിണ്ടല്ലോ. ഇതാണ് ഇരിയ ടൗണ്. നമ്മളൊക്കെ വരുന്ന കടയായത് മിത്ര അല്ലേ? ഓർമ്മ ഉണ്ട് എനിക്കത്. മിത്ര മാർട്ട് നമ്മളെ ടൗണ് ഇരിയ ടൗൺ. ഈ ഒരു വണ്ടിയാണ്. ഈ വണ്ടിയുണ്ട്. അത് നല്ല രസമുണ്ട്. അർബാനിയല്ലേ? അർബാനിയ. ക്രിസ്ത്യൻ ചർച്ച് പള്ളി. ഇതെന്താണ് കൂടിനകത്ത്? ഇന്നും ഒരു മൂടല് പോലെ ഉണ്ടല്ലോ അല്ലേ? മഴക്കാറ് പോലെ. ആ ഉണ്ട്, ബാക്കിലുണ്ട്. അങ്ങനത്തെ സാധനം എന്താ അപ്പൊ നമ്മൾ കുറച്ച് ഇങ്ങോട്ടെത്തി. എവിടെ? തട്ടുമലല്ല, 7-ാം മൈൽ. ഇതൊക്കെ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേന് പ്ലോട്ടായിട്ട് മുറി. എന്തൊക്കെയോ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നീക്കം വലിച്ച് എന്തൊക്കെയോ ആക്കിണ്ടല്ലേ? ചിലപ്പോ വീടുകളൊക്കെ വരുമായിരിക്കും, അല്ലെങ്കിൽ ഗോഡൌണോ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആയിരിക്കും. ഓർമ്മയുണ്ടോ ഈ കട? ആ കട പൊടി വരാൻ വന്നത് എന്തേരം പൊടി അവിടുന്ന് വാരിയില്ലേ? എന്താ ഓർമ്മ? അവിടെ ഉള്ളില് പോകുമ്പോ ഒരു മൂർച്ചയുള്ള സാധനല്ലേ വട്ടം കറങ്ങുമ്പോ ഈ ചതുരത്തിലുള്ള സാധനം ചിപ്ലി ഇടുന്നു. ചിപ്ലി അങ്ങനെ 7-ാം മൈലിക്ക് എത്തുമ്പോഴുള്ള പള്ളിയാണ് കേട്ടോ. പള്ളിയൊക്കെ സൂപ്പർ ആക്കിയല്ലോ, പെയിന്റ് ഒക്കെ അടിച്ച്. ഉറക്കം വരുന്നുണ്ടോ? കിടന്നോ? ഉറക്കം വരുന്നുണ്ടല്ലേ? ആ ഇവിടെ അല്ലേ? ഇത് കൊറേ ആയല്ലോ ഇങ്ങനെ ആക്കിയിട്ടിട്ട്. പക്ഷെ അതിലാണ് കൊറേ ആയി അങ്ങനെ ആക്കിയിട്ടിട്ട്. അങ്ങനെ 7-ാം മൈൽ എത്തിയടാ. 7-ാം മൈൽ അടച്ചെങ്ങ കട്ടമ്മക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. വെയില് പോയി. ഇന്ന് മഴ പെയ്യുമായിരിക്കും. ഓ അവിടെ എന്തോ കട എന്തോ വരാണ്ട്. അതോ വീടാണോ? മുട്ടായിയോ? മുട്ടായി മേടിക്കണേ. അങ്ങ് ദൂരെ മൊത്തം കാണാം. ഇതാണ് തട്ടുമല്. ഇവിടെ എന്താ കൊറേ ഇതെല്ലാം കല്ലും മണ്ണും കൊണ്ടൊന്ന് കൂട്ടിട്ട് അവിടെ മണ്ണ് നീക്കിയതാ അല്ലേ? മുത്തുമണിന്റെ കട അല്ലേ? അവിടുന്ന് മുടി വെട്ടിയാലേ അവന്റെ മുടിയാണ് വെട്ടൂന്. ഏറെ എവിടെ കടയിൽ പോയാലും വെട്ടാൻ സമ്മതിക്കുന്നില്ല. അത് ചെറുപ്പം തൊട്ടേ അവിടെ തന്നെ അല്ലേ കൊണ്ടേ ശീലമായിട്ട്. എത്ര തീരെ ചെറുതാകുമ്പോ തൊട്ട് 1.5 വയസ്സോ 2 വയസ്സൊക്കെ ഉള്ളപ്പോ തൊട്ട് പോവാൻ തുടങ്ങിയത് അവിടെ. ഇന്നോ? ഇന്ന് തിങ്കളാഴ്ച അല്ലേ? എവിടെ? ഇവിടെ പലകയും ഇരുത്തുണ്ടല്ലേ? ഉണ്ട്, ഇപ്പോഴും ഇരുത്തലുണ്ട്. പൊക്കം ഇല്ലല്ലോ. തോട്ടം വിട്ടുണ്ടോ അവിടെ? ഒരു കാലത്ത് നമ്മളെ തോട്ടായിരുന്നു അല്ലേ? വിറ്റല്ല, നമ്മള് വാട്ടത്തിനെടുത്ത തോട്ടം.
ബെന്നിച്ചേട്ടന്റെ വീട്. ചേട്ടന്റെ വീട് അല്ലേ? ആ വീട് നല്ല സ്റ്റൈലാണ്. നീ ഇല്ലായിരുന്നു അവിടെ പോയി ചായ കുടിച്ചെന്ന്? ഫ്രണ്ടാണോ ഓനറിയില്ല പപ്പാശീന്റെ ഫ്രണ്ടാണോന്ന് ചോദിക്കുക അവര്. നമ്മളെന്നാള് പോയി ചായ കുടിച്ച ഓർമ്മ ഇങ്ങനെ പോകണ്ടേ നമുക്ക്? ഈ വണ്ടിക്കാരെ വിളിച്ചാലോ നമുക്ക്? ഇതേമാതിരി സ്ഥലത്ത് കൊണ്ടുപോകണ്ട്. അവിടെ പയർ കൃഷി പച്ചക്കറി ഇട്ടുണ്ടല്ലേ, വെണ്ടയും പയറൊക്കെ. ഫ്രിഡ്ജില്ലേ നമ്മളെ, അത് ചിലപ്പോ കെട്ടണ്ടായിരുന്നു. എല്ലാം കെട്ടേണ്ടി വരും. എല്ലാം കെട്ടിട്ടാ കൊണ്ടുപോവാ. ഫ്രിഡ്ജ് ചിലപ്പോ പെട്ടിയിൽ വെച്ചിട്ട് കെട്ടേണ്ടി വരും. പെട്ടി ഉണ്ടോ അതിന്? അത് കേടായില്ലേ? ഇല്ലെങ്കിൽ ആ മറിഞ്ഞു വീണവനെ പരിപാടി എന്തോ പരിപാടി ഉണ്ട്. തെയ്യം കിട്ടും മഹോത്സവം. തെയ്യത്തിന്റെ ആണ്. അതെ, ഇതൊക്കെ കുറച്ച് കുറയില്ലേ നമ്മുടെ നാട്ടില് പോയാല്? കുറച്ച് കുറയുന്നല്ല, ഇത് ഉണ്ടാവില്ല വയനാട്ടിൽ പോലെ. നാട്ടിലില്ലേ? അവിടെ എവിടെ ഇല്ല. തെയ്യത്തിന്റെ അവിടെ ആരുമില്ല, ഇങ്ങനെ പണിയെടുക്കാണ്. അങ്ങനെ നമ്മള് അട്ടേങ്ങാനം എത്തിട്ടോ. അപ്പൊ ഇതാണ് അട്ടേങ്ങാനം. ബേളൂർ ശ്രീ ശിവക്ഷേത്രം, അതിലാണ് പോവാ. ആ അതെ അതെ. അങ്ങനെ കിച്ചുകുട്ട സ്കൂള് പൂട്ടിയിട്ട് സന്തോഷമായോ? ഏറ്റവും കൂടുതൽ സന്തോഷമായത്. ഇനിയിപ്പോ കൂട്ടുകാരൊന്നും കാണൂലല്ലോ 2 മാസത്തേക്ക്. എല്ലാരും മാറുക. സ്വിമ്മിംഗ് പൂളും പിന്നെ വേറെന്താടാ, സദ്ഗുരുവിലോട്ടോ സ്വിമ്മിംഗ് പൂളും കരാട്ടയൊക്കെ ഉണ്ടാവും അല്ലേ? ഇവിടെ ഉണ്ടല്ലോ തൊണ്ടച്ചന്റെ. തിരിച്ചു പോവാനല്ല വഴിയുണ്ടാക്കിയ അവിടെ. നമ്മളെവിടെ എത്തി? നമ്മളിപ്പോ കൊറേ അങ്ങോട്ട് എത്തി. നല്ല വളവുണ്ട് ഇതിലൊക്കെ വന്ന് 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 വന്നില്ലേ എന്നും ഇതിലെ തന്നെ പോകും. ഇവിടേക്ക് അടുക്കി വെച്ചേക്കണത് മരത്തടി ലോഡ് കൊണ്ടുപോകുള്ളത്. അങ്ങനെ നമ്മളിപ്പോ ഒടയഞ്ചാല് ടൗണിക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പോവാണ് കേട്ടോ. ഒടയഞ്ചാലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ. ഒടയഞ്ചാലെത്തി. ഒടയഞ്ചാൽ ഇനിയിപ്പോ ഇത് 4 റോഡായിട്ട് ഇങ്ങനെ തിരിയാ. ഒന്നിപ്പോ ഈ കാഞ്ഞങ്ങാടുന്ന് വരിക നേരെ പാണത്തൂര്, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇടത്തോട്ട് പോയാൽ കോടത്തിന് പോണാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാല് ചെറുപുഴ ചിറ്റാരിക്കലും മാലും അങ്ങോട്ടൊക്കെ പോണാണ് കേട്ടോ. നമുക്ക് നേരെ പോവാം പാണത്തൂർ റോഡിന്. പുതിയ ബസ് സ്റ്റാൻഡ്, ബസ് ടെർമിനൽ. അവിടുന്ന് പാണത്തൂരുണ്ടാവുമല്ലോ, അവിടുന്ന് അടിക്കാം. കൊറേ വണ്ടി ഉണ്ടല്ലോ. പള്ളിയാണ്ടേ അവിടെ അല്ലേ മേലെ മേള സ്റ്റെപ്പ് കയറി പോണോ? 200 കിലോമീറ്റർ ഓടും നോക്കട്ടെ. 207 അതവിടെ പോകാം. തീ കത്തിക്കണല്ലേ അവിടെ, തീ കത്തിക്കണ്ട അതിന്റെ. മീൻ വണ്ടി. ഇപ്പൊ നല്ല വെയിൽ വന്നൂലേ അങ്ങോട്ട് എത്തിയപ്പോ? അവിടെ അല്ലേ?
വളവാണ്, ഫുള്ള് വളവും തിരിവാണ്, മൊത്തത്തില് വളവും തിരിവാ അല്ലേ. ലച്ചെന്താ ലച്ചും ഉണ്ടായിരിക്കണേ? അല്ല, അടുത്ത കൊല്ലം 2-ലിരിക്കണോ 1-ലിരിക്കണോ? 1-ലോ 3-ലോട്ട് പോകണം. 2-ൽ തന്നെ ഇരുത്താം. ഇല്ലെങ്കിൽ 3-ലോട്ട് എത്തിക്കഴിഞ്ഞാല് പഠിപ്പിക്കണൊന്നും മനസ്സിലാവൂല. 2-ലിരിക്കണോ? അത്രയ്ക്കല്ലേ ആയിട്ടുള്ളൂ. 2-ല് വേണോ 3-ല് വേണോ? 2, 3 ഏത് വേണം? 2, 3 പറയടാ ഏത് വേണമെന്ന്. ഏതാ വേണ്ടി? 3 3ആണോ വേണ്ടേ? 3-ലോ? കിച്ചുവിനെ നമ്മള് 1 കൊല്ലം നേരത്തെ ചേർത്തിയതാട്ടോ. 3-3.5 വയസ്സൊക്കെ ആവാനായുള്ള, അപ്പത്തേനും LKG കൊണ്ടുപോയി ചേർത്തി ഞങ്ങള്. ചെല്ലക്കുട്ടി, ലച്ചു എന്താ ഉണ്ടായിരിക്കണേ? ലച്ചു നമ്മള് പടിമരുതെത്തി. പടിമരുത് പള്ളിയാണ്ടേ, വലിയ പള്ളിയാട്ടോ. ചർച്ച്. റാണിപുരത്തിന് വെറും 22 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് റാണിപുരം എത്തും. ഇവിടെ ഒരു സൂപ്പർ വീടുണ്ട് കേട്ടോ, പുതിയ വീട് വന്നതാണിത് അല്ലേ? പുതിയതാണ്. താമസം തുടങ്ങിയോന്നറിയില്ല. അഞ്ചല്. നോക്കൂ ഗൈസ്, നമ്മളങ്ങനെ ചുള്ളിക്കര എത്തി. ചുള്ളിക്കര ടൗണിന്റെ ഹൃദയഭാഗത്തോട്ട്. പള്ളിയാണ്. ഒച്ചുണ്ടാക്കലട ചെങ്ങായി ഇതെന്ത് ഇങ്ങനെ അലമ്പുണ്ടായിക്കൊണ്ടിരിക്കണത്? അടങ്ങിയിരിക്കാൻ പറ്റില്ല, പള്ളിയാ കാണുന്നത്. നേരെ പോയാല് പാണത്തൂര്, ഇടത്തോട്ട് പോയ കുറ്റിക്കോല്, കുറ്റിക്കോല്, ബന്ദർക്കൊക്കെ പോലെ നമുക്ക് ബന്ദർക്കലും പോവാം. നമുക്ക് നേരെ ഇങ്ങോട്ട് തന്നെയല്ലേ പോകണ്ടേ? യെസ്, നമുക്ക് നേരെ പാണത്തൂരിന് വെച്ച് പിടിക്കാം. നമ്മള് ഇന്നത്തെ ഡെസ്റ്റിനേഷൻ പോയിന്റ് എന്ന് പറയുന്നത് പാണത്തൂരാണ്. അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. പറയൂ കുട്ടാ. ലച്ചു ഉണ്ട്. ലച്ചു മെല്ലെ നൈസായിട്ട് ഉറങ്ങൂട്ടെ. ലച്ചു വണ്ടി കേറിയ വേഗം ഉറങ്ങും. ആരോടെ സൈഡാക്ക. വെള്ളയില്ലേ, ഇനിയിപ്പോ വെള്ളമൊക്കെ കുറയും. വെള്ളം തീരെ കുറവായിരിക്കും. വേനൽക്കാലത്ത് വെള്ളം വറ്റി വരളും. പിന്നെ അത് കഴിഞ്ഞിട്ട് മഴ വരും. മഴ വരുമ്പോ മഴ വന്നിട്ട് പിന്നെ നിറയും. പിന്നെ വേനൽക്കാലം ആകുമ്പോ പിന്നെ അത് കുറയും. പിന്നെ മഴക്കാലം വരും. അങ്ങനെ പിന്നെ പെരുമഴക്കാലായിരിക്കും. അപ്പൊ നിറഞ്ഞൊഴുകും. ബസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കാഞ്ഞങ്ങാടിന് ഇങ്ങനെ തുരുതുരാ ബസ്സുകൾ. പാണത്തൂരിന്നായിട്ടും അവിടെ നിന്നായിട്ടും ഇവിടെ നിന്നായിട്ടൊക്കെ ഇഷ്ടം പോലെ ബസ് ഉണ്ട്. എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസോ സംഭവങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇങ്ങോട്ട് വെച്ചു പിടിക്കും. കൂടങ്കല്ല്. ഇതാണ് നമ്മളെ ആ കാണുന്നതാണ് ഹോസ്പിറ്റല്. തിരക്കില്ല, അലമ്പില്ല. കാഞ്ഞങ്ങാടൊക്കെ പോയി കഴിഞ്ഞാൽ മണിക്കൂർ നേരം നിൽക്കണം, ക്യൂ നിൽക്കണം. ഒരു മരുന്ന് കിട്ടണമെങ്കിലോ പണിയാണ്. ഇതാവുമ്പോ വലിയ തിരക്കില്ല, എപ്പോഴും ഡോക്ടർ ഉണ്ടാവും. ഏത് ഡോക്ടർമാരും ആണേലും ഉണ്ടാവും. കുട്ടികളതാണേലും വലിയവരാണേലും ഒക്കെ. ഇറങ്ങിട്ട് പോണല്ല, അപ്പുറത്ത് വേറെ പേഷ്യൻസ് ഉണ്ടാവും, അഡ്മിറ്റ് ആക്കിയ ആൾക്കാർ. അപ്പൊ അവരെ പെട്ടെന്നൊന്ന് പോയിട്ട് നോക്കിയിട്ട് വരും. സീരിയസ് ആയിട്ടൊക്കെ അർജന്റായിട്ട് കിടക്കണവരുണ്ടാവില്ലേ, അങ്ങനെ സീരിയസ് ആയി കിടക്കണവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ പോയി പരിശോധിച്ചിട്ടൊക്കെ. പിന്നെ സാമട്ടിലാണ് എല്ലാ പരിപാടി. ഇങ്ങനെ ഒരു മൈൻഡ് ആക്കൂല. വന്നാല് ചിലപ്പോ മരിക്കും. അങ്ങനെ തിരക്ക് പിടിച്ച് പരക്കം പാഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ഒരു തിരക്കും ഉണ്ടാവില്ല. കൈക്കൊരു ഇതടിച്ച് തന്നിട്ടേ ചില്ലുകൊണ്ടെന്ന് 2 മണിക്കൂർ ഞാൻ അവിടെ നിന്ന്. ഞാനതുവരെ പോയിട്ടില്ലാണ്ട്. ആണി കുത്തിയിട്ട്
അങ്ങനെ അങ്ങനെ അപ്പൊ പറഞ്ഞ് ഇപ്പൊ നമ്മള് എവിടെ എത്തിയെന്നറിയോ? രാജപുരം. രാജപുരം എന്ന് പറഞ്ഞാൽ രാജപുരം. രാജാവ് രാജാവിന്റെ രാജപുരം. രാജൻ മിസ്റ്റർ രാജൻ അല്ലേ? അങ്ങനെ ഇതാണ് രാജപുരം ടൗണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ടൗണാണ്. പാപ്പാജിക്ക് ഇഷ്ടപ്പെട്ടെ കാർ ഏതാ? കുരിശുപള്ളി. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട കാറൊന്നുമില്ല. എനിക്ക് എല്ലാ കാറും ഇഷ്ടം. നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? ആന്ന് സൂപ്പർ കവുങ്ങ് കേട്ടോ. പച്ചപ്പുണ്ടല്ലേ? അമ്മ എനിക്ക് 2 കാർ ഇഷ്ടമുണ്ട്. ഏതാ? BMW പിന്നെ ബെൻസും. ജിംനി വേണ്ട? എനിക്ക് ഭയങ്കര ഇഷ്ടാ ജിംനി. കുഞ്ഞ വണ്ടി അത്. ഇവിടുത്തെ സ്കൂള് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ടാഗോർ. അങ്ങനെ ഗായ്സ് നമ്മളിപ്പോ കൊറേ ഇങ്ങോട്ട് എത്തിട്ടോ. കൊറേ പാണത്തൂർക്ക് നമ്മൾ അടുത്തടുത്തോണ്ടിരിക്കുന്നു. ഞങ്ങളിപ്പം ഇതൊക്കെ നല്ല കളർ പെയിന്റ് ഒക്കെ. നല്ല രസമുള്ള ഒരു വീട് അല്ലേ? വീടുകൾ നല്ല നല്ല വീടുകളുണ്ട് കേട്ടോ. കളർ പഞ്ചായത്ത് കഴിഞ്ഞ് വീടൊക്കെ കൊടുക്കാണ്ടെങ്കിൽ വിളിച്ചോളി. കള്ളാർ ടൗൺ ആണിത്. എന്താ തിന്നണേ? ഓ ഇവിടെ നല്ല തീറ്റ കേട്ടോ. മുന്തിരി ഒക്കെ കൊണ്ടുവന്നിട്ട്. മധുരം ഉണ്ടോ ഇവിടെ? സീറ്റ് കാറിലോ? അങ്ങനെ കള്ളാർ ടൗണിനോട് നമ്മള് വീട് പറഞ്ഞങ്ങോട്ട് പോവാണ്. അങ്ങ് പള്ളി കണ്ടോ? ഇത് വീട് നല്ല രസമുണ്ടല്ലോ. വലിയ വീടാണല്ലോ. അങ്ങോട്ടൊക്കെ വീടുകളുണ്ടോ? അവിടെ അങ്ങ് മേലെ വല്ലൊരു വീട്. പുതിയ വീട് വന്നിട്ടുണ്ട്. നമ്മളെ കള്ളാറുള്ള മുസ്ലിം പള്ളി. പിന്നെ സ്കൂള്. ആ വണ്ടിയുടെ പേര് മറന്നു. എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. പജീറോ. അതെന്റെ എടുത്താലോ നമുക്ക് അത് കൊടുത്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാ. നിനക്ക് അങ്ങനത്തെ വലിയ വലിയ വണ്ടികൾ കുറെ വേണം അല്ലേ? അങ്ങനെയാണോ ആഗ്രഹം? കുറെ കളക്ഷൻ വേണല്ലേ? അവിടെ പള്ളി കള്ളാർ. അത് നമ്മള് പോയിട്ടില്ലല്ലോ. ഇല്ല, അതിനകത്ത് പോയില്ല. പിന്നെ ഇത് എവിടെ? കുരിശുപള്ളിന്റെ വീടുകളൊക്കെ നല്ല നല്ല വീടുകളുണ്ട് കേട്ടോ. പോണ വഴിക്ക് ഇവിടെ ഒക്കെ കണ്ടില്ലേ? വലിയ വലിയ വീടുകള്. ഇന്റർലോക്ക് ഞാൻ കണ്ടത്. അതിട്ടാണ്ട് വീട് പണിതാ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമെന്റിന്റെ ചെലവില്ലല്ലേ? എന്തേറെ വീടുകളല്ലേ ഇതിലൊക്കെ? നല്ല വലിയ വലിയ വീടുകളൊക്കെ. കിച്ചുവിന് ഇനിയൊരു വീട് വേണം അല്ലേ കിച്ചു? കിച്ചുവിന് ഇനിയൊരു വീട് വേണം. കിച്ചുവിന്റെ വീട് എങ്ങനത്തെ വീടാ? കിച്ചുവിന് പ്ലാൻ ഉണ്ടോടാ? കുഞ്ഞ വീടാണോ അതോ മോഡൽ സ്റ്റൈല് വീടാണോ? എങ്ങനത്തെ വീടാ എനിക്ക് വേണ്ടി? വലിയ വീടാ? എങ്ങനത്തെ? എനിക്ക് റൂം ഉണ്ടാകും അതില്? അങ്ങനെ നടുമുറ്റൊക്കെ ഉണ്ടാവോടാ? ഉള്ളിലിങ്ങനെ കളം പോലെ ഉണ്ടാകുമോ? അപ്പൊ നമ്മള് മാലക്കല്ല് ടൗണിലേക്ക് എത്തി. പ്ലാൻ ചെയ്യാനായില്ല. അടുത്ത കൊല്ലം പ്ലാൻ ചെയ്യാം നമുക്ക്. വീട് വെക്കുമ്പോ ഇല്ലേ നമ്മൾ കുറച്ച് വണ്ടി വാങ്ങിയിട്ട് ഇങ്ങനെ വെക്കണം. അതാണ് എനിക്ക് മെയിന്. വണ്ടികള്. വണ്ടി വേണം വീടിന്റെ
മുന്നിലും മൊത്തത്തിൽ അല്ലേ? റോഡിനൊക്കെ നല്ല വീതി കൂടിയുണ്ട് അല്ലേ? വീതി കൂട്ടിയിട്ടുണ്ട്. ആ അതെ. അങ്ങനെ ഗൈസ് മാലക്കൽ ടൗൺ കടന്നു പോകുന്നു. പോണതല്ലേ? കമ്പനിയോ കമ്പനിയോ? ഞാൻ കേട്ട കമ്പനീത്തെ വണ്ടി കേട്ടെ. എന്താ ബാറിലെല്ലാം കയറ്റി പോണ്ടല്ലോ. ഉണ്ണിക്കുട്ടൻ. നിന്റെ പേര് ഉണ്ണിക്കുട്ടനോ? കോടം അവിടേക്കാ മേലെ വീടുകള്. അങ്ങോട്ടേക്ക് ഗെയിൽ പൈപ്പ് ലൈൻ്റെ കുറെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ടല്ലോ. അതാരാറിന് ഗെയിൽ പൈപ്പ് ലൈൻ്റെ ആണെന്ന്? എന്താണ് പിന്നെ? അതോ വെള്ളത്തിന്റെ ആണോ? വെള്ളത്തിന്റെ അല്ലേ? കുടിവെള്ളത്തിന്റെ അല്ലേ? അത് കുടിവെള്ളത്തിന്റെ ചേട്ടായില്ല. അതെ അതെ അതെ, കുടിവെള്ളത്തിന്റെ ആയിരിക്കും, എനിക്കറിയില്ല. ഈ 2 ദിവസം ഇവിടെ നിന്നോ, നോക്കിയിട്ട് പോര്. ലച്ചു കിച്ചുകുട്ടാ, നീ ഇപ്പൊ എന്താ ആലോചിക്കണേ? കിച്ചുവിന് ഇനി വലിയൊരു ഗോഡൗൺ ഒക്കെ വേണ്ടി വരും വീടൊക്കെ വെക്കുമ്പോ. സ്പോർട്സ് കാർ വാങ്ങും. വീട്ടില് അതൊക്കെ വണ്ടികളൊക്കെ അമൃത ലൈഫ്. അമൃത ലൈഫ് എന്താണ് സംഭവം? ഹെർബ ലൈഫ് മാരത്തെയാണോ? എന്താണ് ചാനലിന്റെ? നീ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? സ്പോർട്സ് കാറൊക്കെ വാങ്ങി. എളുപ്പം വലുതാകുന്നാല് എനിക്കൊക്കെ ഓടിക്കണം സ്പോർട്സ്. അതന്നെ വലുതാകുന്നേ ഇല്ലല്ലോ കിച്ചു. നീ വീടുകളൊക്കെ ഉണ്ട്. അത് ഇസൂസു. അത് ബാക്കിൽ ഇതുള്ളത്, കൊട്ടയുള്ളത്. ബാക്കിൽ കൊട്ട. ആ വീടിന്റെ ഗേറ്റിന്റെ അവിടെ കണ്ട നല്ലൊരു മോഡല് സ്റ്റൈല്. ഇതുണ്ടോ വേറെ മോഡല്? ഇതേപോലെ വണ്ടിയൊക്കെ നിർത്താൻ അങ്ങനെ അങ്ങനെ വെക്കണം. ഞാൻ ഇതിനെക്കാട്ടും വലിയ വീട് വെക്കും. 2 നില വീടാ ഞാൻ വെക്കാം. 2 നില വീട് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മളിത് എവിടെ? ഇത് ഏതാ ടൗണ്? കോളിച്ചാല്. കോഴിച്ചാലും ഉണ്ട്, കോളിച്ചാലും ഉണ്ട്. കോളിച്ചാൽ ഞാൻ വലുതാകുമ്പോ എത്ര വലിയ വീടാ വെക്കണ്ടേ? നമുക്ക് ചെറിയ വീട് പോരെ. 3 നില വെക്കണ അതാ 2 നില വെക്കണ അതോ 1 വെക്കണ? 1 നില വീട് സെറ്റപ്പ് ആയിട്ട്. കുറച്ച് കാറുകള്. അങ്ങനെ നമ്മള് എവിടെ എത്തിയാൽ എനിക്കിത്? കോളിച്ചാൽ. കോളിച്ചാൽ നമുക്ക് ബന്ദർക്ക പോയിട്ട് സുള്ളിയെ പോണോ? ഇതിലെ സുള്ളിയെ പോണോ? ഇതിലുണ്ട് പോയാലോ? നേരെ 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 റോഡ് മോശമായിരിക്കോ? ഇതില് ബന്ദർക്കല്ലേ ഈ റോഡ് നേരെ അങ്ങോട്ട് പോയാ റോഡ് കംപ്ലൈന്റ് ഉണ്ടാവോ? കൊറേ അങ്ങെത്തുമ്പോ റോഡ് കംപ്ലൈന്റ് ഉണ്ടായാലും നമ്മളാണ്ട് പോകും. വണ്ടി ബൊലേറോയാണ്. അതെ, ബൊലേറോ നമ്മളെ മുത്താണ്, നമ്മളുടെ സ്വത്താണ്. ആ മല കടന്ന് നമുക്ക് അങ്ങ് പോണം. ഉണ്ടോ? ആ മല കടന്ന് അങ്ങോട്ട് പോണം. അപ്പോഴാണ് അവിടെയാണ് തലക്കാവേരി, ബ്രഹ്മഗിരി കുന്നുകൾ. പറഞ്ഞ ബ്രഹ്മഗിരി അങ്ങകലെ കാണുന്നതാണ് ബ്രഹ്മഗിരി കുന്നുകൾ. അങ്ങനെയല്ല നമ്മള് പറഞ്ഞ പണ്ട്. അങ്ങകലെ കാണുന്നതാണ് ബ്രഹ്മഗിരി മലനിരകൾ. അതൊക്കെ ഒരു കാലം. ഇത് വേറൊരു കാലം അല്ലേ?
ഇതാണ് നമ്മളെ സെന്റ് മേരീസ് കോളേജ്, ചെറുപനത്തടി. സ്ഥലത്തിന്റെ പേര് ചെറുപനത്തടി. ഒരു പനത്തടി കഴിഞ്ഞില്ലേ? ഇത് സെന്റ് മേരീസ് സ്കൂള്. പനത്തടി ഉണ്ട്, ചെറുപനത്തടി ഉണ്ട്, 2 ഉണ്ട് അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാ അങ്ങ് കാണാലോ. കാടിലോട്ട് കടയുണ്ട്. കടയുണ്ട്, വഴിയോര കട. റോഡൊക്കെ സൂപ്പർ ആയിട്ടോ, അടിപൊളി. മൈസൂർ എന്താ കാഞ്ഞങ്ങാട് പാണത്തൂര് മൈസൂര് ഇന്റർസ്റ്റേറ്റ് ഹൈവേ. പറഞ്ഞടാ, ഇന്റർസ്റ്റേറ്റ് ഹൈവേ. കാഞ്ഞങ്ങാട് പാണത്തൂര് മൈസൂർ ഇന്റർസ്റ്റേറ്റ് ഹൈവേ. പറഞ്ഞേ, കാഞ്ഞങ്ങാട്. വലിയൊരു ആൽമരം. അവിടെ ഒരു ആൽമരം ഉണ്ടായിരുന്നു. കോൺക്രീറ്റ് മിക്സർ അങ്ങനെ എന്തോ ആണ് അതിന്റെ പേര്. NSSന്റെ തോട്ടാന്ന് തോന്നല്ലത്. NSSന്റെ തോട്ടം എത്തിയിട്ടില്ല. അല്ല, ഇതല്ല. അങ്ങനെ നമ്മള് പനത്തടി ടൗണിലാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത് കേട്ടോ. ഇനി ഇവിടെ നമുക്ക് അങ്ങോട്ട് അതിന്റെ സ്വാഗതം റാണിപുരം ഹിൽ ടോപ്പ്. ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റാണിപുരത്തിന് നമ്മൾ പോയിട്ടില്ല ഇതുവരെ. നോക്കിക്കണത് ഞങ്ങൾ പോകും. നമുക്ക് വീട് മണ്ണത്രങ്ങാൻ എടുത്ത് ഇതാക്കിയല്ലേ. കണ്ടോ റോഡ് കണ്ടോ, വീടുണ്ട് അതെയോ? എന്തേരം ഹൈറ്റ് അങ്ങോട്ട് കാണാനല്ല. റോഡ് അടിപൊളിയാക്കിടാ. ഇന്നാള് വന്നപ്പോ ഫുള്ള് കാലിട്ട് വെച്ചേക്കായിരുന്നു. അന്ന് റെഡി ആയില്ലേന്നു. ഇതിപ്പോ അധികം ആയില്ലോ ഒന്നുണ്ടല്ലേ നന്നാക്കിട്ട്? കുറച്ചേ ഉള്ളൂ. അവിടേക്ക് ആ മരത്തില് നിറയെ പൂക്കള്. അവിടെ ഇത് പറിക്കുന്നുണ്ടോ മറ്റേ മരത്തിന്റെ പുല്ലാനി പൂവോ? എന്താ പൂരപ്പൂ. പുല്ലാനീന്റെ പൂരക്കളി തുടങ്ങിയില്ലേ? മണ്ണെടുത്ത് നോക്കി എന്തേരാണ്. അത് നല്ലൊരു മരത്തണല്. റോഡ് ഏതായാലും അടിപൊളിയായിട്ട് നല്ല വീതിയുള്ള റോഡായി. കുണ്ടും കുഴിയൊന്നുമില്ല, നല്ല സൂപ്പർ മിനിങ്ങിയിരിക്കണ റോഡ്. കുറച്ച് ഒരു കോട്ടും കൂടി എന്തേ കുറച്ചുകൂടി ടാറിങ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. അതത്രേ ഉള്ളോ? ഇത്ര തന്നെ ഉണ്ടാവുള്ളായിരിക്കും. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോ ഇവിടെ ഫുള്ള് കട്ടറായിരുന്നു. കുത്തിക്കുലുക്കി ഇങ്ങനെ പോയിരുന്നു. ചിലപ്പോ ഇനി കൊറേ അങ്ങ് എത്തുമ്പോ ഉണ്ടാവും. ഫുള്ള് പണി കഴിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും. ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോവുകയല്ലേ അല്ലേടാ? അധികം ഒഴുക്കട്ടാ. അങ്ങോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ മേലേക്ക് നിറയെ പൂക്കളൊക്കെ ആയിട്ടാണ്ട് ഓരോ വീടിന്റെ മുന്നിൽ. അങ്ങോട്ടേക്ക് കഴിഞ്ഞ് ചോറൊക്കെ എടുത്തുണ്ടോ? ചോറ് എടുത്തിട്ടുണ്ട്. അതിന് തിരിച്ചപ്പോൾ എത്താൻ അറിയാത്തോണ്ട് എടുത്തു. കുറച്ച് ദൂരം അങ്ങനെ ആയിരിക്കും ഇനി. ബളാന്തോട് എത്തി നമ്മള്. ഇതാണ് ബളാന്തോട്. ബളാന്തോട് പള്ളിയാണിത്, മുസ്ലിം പള്ളി. എന്താ കൊറേ ആൾക്കൂട്ടം. അവിടെയാ? ഇവിടെ എന്തോ സംഭവം നടക്കുന്നുണ്ട്. മീറ്റിംഗാ? എന്തോ മീറ്റിങ്ങോ പ്രസംഗം എന്തൊക്കെയോ സംഭവങ്ങളാ.
വളാന്തോട് കുറെ അങ്ങോട്ട് എത്തിയില്ലേ? കഴിഞ്ഞ് ഇപ്പൊ പുതിയ റോഡ് കിട്ടി. ലീഡറാണ് പോണേ, ലീഡർ. NSS സ്റ്റേറ്റ് ഓഫീസ് പനത്തടി എവിടെയാണ്? ഗ്യാസ് സിലിണ്ടർ ആണ്ടേ ഇന്ത്യൻ്റെ ആണല്ലോ. ഗ്യാസ് ഒക്കെ കിട്ടണ്ടല്ലോ. അതെന്തോ ലിമിറ്റ് ഉണ്ടോന്നേ അല്ലേ? തിരിഞ്ഞതിന് പെട്ടെന്ന് എപ്പോഴും മാറ്റാൻ പറ്റുമോ? ഇവിടെ മണ്ണെടുക്കണമായിരുന്നല്ലേ? നല്ലൊരു വീടുണ്ട് അതിൻ്റെ അടുത്ത്. വളവ് പെരും വളവാട്ടോ. NSSന്റെ എസ്റ്റേറ്റ് ആണ് കാണുന്നത് ഇതില്ലേ? യെസ്, മേലത്തെ റബ്ബർ പ്ലാന്റേഷൻ. റോഡൊക്കെ ഉണ്ടല്ലേ, കിണ്ണം കാച്ച റോഡുകള്. തോട്ടായല്ലോ ഇപ്പൊ. നല്ല പച്ചപ്പുണ്ട് കേട്ടോ. അടിപൊളി റോഡായില്ലേ? നമ്മളിപ്പോ വെള്ളാന്തോട് കഴിഞ്ഞ് ഇങ്ങനെ പോന്നു. കൊറേ വെള്ളാന്തോട് പറഞ്ഞേ. ഇവിടെയൊക്കെ ഇപ്പൊ അടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ ടാറിങ്ങിലെ. പുതിയതായിട്ട് ഇങ്ങനെ കിടക്കണുണ്ടല്ലേ, നല്ല കളറില്. ഇവിടെ ഒരു 1.5 വളവുണ്ട്, വളഞ്ഞു 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 കിടക്കുന്ന റോഡ്. വീടിന്റെ മുന്നിൽ ഇങ്ങനെ ഗാർഡൻ ആക്കി സെറ്റ് ചെയ്ത് സെറ്റ് ആക്കണം. കൂടുതൽ സ്ഥലം വേണം ഇനി. നമ്മളീ 10 സെന്റ് സ്ഥലത്തിൽ ഇതൊന്നും പരിപാടി നടക്കൂല. കൊറേ സ്ഥലം വേണല്ലേ? 5 സെന്റ് ഒരേക്കർ സ്ഥലം. അതിന്റെ ലാസ്റ്റ് കൊറേ ബാക്കിലോട്ട് വീട് വെക്കുക, മുന്നിൽ കൊറേ സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കല്ലേ. വളവോട് വളവാണ്. രണ്ടാമത്തെ ലീഡറാണ് പോണത്. ലീഡർ ബസ് കൊറേ ഉണ്ടല്ലേ? സൈഡായി അല്ലേ? ലച്ചു ഉറങ്ങി കിടന്നു. ഓ, റോഡ് കഴിഞ്ഞിട്ടോ. അതൊക്കെ കല്ല് പൊട്ടിച്ചെടുക്കുമായിരിക്കും. പൊട്ടിക്കായിരിക്കും. പൊട്ടിച്ചെടുക്കും. അതിന്റെ മേലെ തന്നെ ഒരു വീടുണ്ട്. JCB ഒക്കെ എങ്ങനെ ഉണ്ട് നിർത്തി കഴിഞ്ഞാല് നല്ല ഒരു ബോർഡ് എന്തേലും വെച്ചുകൂടാ ചങ്ങായിമാർക്ക്? അതൊന്നും ആരേലും കുത്തി പൊളിക്കും. മറ്റേ ഒരു സാധനം വെക്കൂല, എന്താ പറയാറില്ല, ഒരു ട്രയാങ്കിള് പോലല്ലേ? എന്തേരം വളവാണ് ഇവിടെ. ഡബ്ബറും തോട്ടാണ് കാണുന്നത്. ഡബ്ബറും തോട്ടം, റബ്ബർ, കവുങ്ങ്, തെങ്ങ്. അങ്ങനെ നമ്മള് പാണത്തൂര് അറിയുമ്പോഴത്തേനെത്തും. റോഡൊക്കെ പെട്ടെന്ന് മാറിയില്ലേ, വലിയ റോഡായി. ആ സൈഡിൽ നിന്നൊക്കെ എന്തേലും മണ്ണെടുത്തല്ലേ? വണ്ടി പോയിക്കൊണ്ടിരുന്നേ ആയിരിക്കും അല്ലേ? അതൊക്കെ അത്ര ഹൈറ്റിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു. മുമ്പ് അത്രേ ഉണ്ടാവുമായിരിക്കും. അവിടെ റബ്ബർ തോട്ടം. പുഴയിലവിടെ പാലത്തിന്റെ പണിയുണ്ടോ? ആ തടയണ വരുന്നുണ്ട്. എന്താ പറയാ, മറ്റേ ബ്രിഡ്ജോ? റെഗുലേറ്റർ കം ബ്രിഡ്ജോ? അതന്നെ, അതിന്റെ വർക്കാണ് ഇപ്പൊ ഇവിടെ. ഒന്ന് ഞാൻ സെറ്റാവും. മേലേക്കുള്ള വീടുകളൊക്കെ അല്ല, കുടിവെള്ളമൊക്കെ ക്ഷാമം ഉണ്ടാവില്ല അല്ലെ? വെള്ളത്തിന് ബുദ്ധിമുട്ട് വരില്ല. അപ്പൊ അതിന്റെ വർക്ക് ഇങ്ങനെ അവിടെ നടക്കുന്നുണ്ട്. JCB ഒക്കെ ഉണ്ട്. വെള്ളം നല്ല വെള്ളം ഉണ്ടല്ലേ പുഴയില്? അത്യാവശ്യം വെള്ളമുണ്ട്.
ഗിയറിനെന്തൊരു ടൈറ്റ്. എന്താ അറിയില്ല. അതിന് ഓയിൽ കൊടുക്കുമോ? ഗ്രീസ് എന്തേലും ആക്കുമോ? സ്കൂൾ അടച്ചില്ല. സ്കൂള് ഗവൺമെന്റ് ഇത് ഹയർ സെക്കൻഡറി ആവും. ഹയർ സെക്കൻഡറിയാ സ്കൂളല്ലേ? ആണോ? 10ാം ക്ലാസ്സിന്റെ പരീക്ഷ നടക്കാവും ഇപ്പോൾ. കഴിയാനായി കാണുമായിരിക്കും. ഓണൊക്കെ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടാണ്. പക്ഷെ ഇതിൽ പോണ വണ്ടി തലക്കാവേരി 41, പാണത്തൂർ 1, ചെമ്പേരി 2, സുള്ളി 23, മടിക്കേരി 70. മടിക്കേരി 70 കിലോമീറ്റർ. എന്റെ ഭഗവാനേ പറഞ്ഞടാ. അങ്ങനെ നമ്മൾ പാണത്തൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണടാ കിച്ചു മോഹനെ. നമ്മൾ പാണത്തൂരിലേക്ക് ഏകദേശം അങ്ങനെ അടുത്ത് ഇങ്ങനെ വന്നോണ്ടിരിക്കണം. ടവർ അങ്ങ് മൊബൈൽ ടവറാ? മൊബൈൽ ടവറോ? ഇതാണ് പാണത്തൂരിലെ ക്രിസ്ത്യൻ ചർച്ച്. ഉണ്ടോ? കാണുന്നുണ്ട് അതില്? കാണുന്നുണ്ട്. അവിടെ പിടിക്കാൻ പിന്നെ അവിടെ ക്യാമറ ഉണ്ട്. വലിയ ചർച്ച. നല്ല രസമുള്ള ഒരു ചർച്ചാണ്. ചെക്കിംഗ് ഉണ്ട്. ചെക്കിംഗ് ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ്. അങ്ങനെ നമ്മളെ ഡെസ്റ്റിനേഷൻ പോയിന്റായ പാണത്തൂർ ടൗണിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. കിച്ചു, ഇതാണ് നമ്മളെ പാണത്തൂർ. ആ മല കടന്ന് പോയാലാണ് കർണാടക. ആ മലയില്ലേ, ആ മല കടന്ന് അക്കരെ എത്തുമ്പോൾ നമുക്ക് എവിടെത്തും? കർണാടക എത്തും. കർണാടകം. മറ്റൊരു ഭാഷ സംസാരിക്കും, കന്നഡ സംസാരിക്കുന്ന ആളുകൾ. എങ്ങനെയുണ്ട് നമ്മളെ പാണത്തൂർ ടൗണ്? പാണത്തൂർ ടൗണിന്റെ ഹൃദയഭാഗത്ത് കൂടെ സഞ്ചരിക്കുകയാണ് ഇപ്പൊ ഞങ്ങള്, അല്ലേ? അല്ലേ ഗൈസ്? അത്യാവശ്യം വലിയ ടൗണാണ് പാണത്തൂര് ടൗൺ എന്നൊക്കെ പറഞ്ഞാല്. നമ്മളെ ഒരു ഒരു ലാസ്റ്റ് എൻഡിലെ കേരള കർണാടക ബോർഡർ. നമ്മളെ നാട്ടിൽ നിന്നൊക്കെ കുറെ ആൾക്കാർ ഇവിടെയൊക്കെ കോട്ടയത്തിന് പോണ ബസ്സാണ്. കോട്ടയം വൈകുന്നേരം ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഇത് മാത്രമല്ല കേട്ടോ, അവിടെ കുറെ വേറെ വണ്ടികളുണ്ട്. അപ്പോളേ നമുക്ക് വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഇന്നത്തെ നമ്മളെ യാത്ര എന്ന് പറയുന്നത് നമുക്ക് പാണത്തൂര് നേരെ പോയാലും മടിക്കേരി 69 കിലോമീറ്റർ, തലക്കാവേരി 40 കിലോമീറ്റർ, പിന്നെ അവിടെ അടുത്തേക്ക് പോയാൽ സുള്ളിയിലോട്ട് 22 കിലോമീറ്റർ. എങ്ങോട്ട് പോകും? അത് നമുക്ക് 2 മിനിറ്റ് ഒന്ന് ആലോചിക്കാം. എന്നിട്ട് അങ്ങനെ പറഞ്ഞു തവള ചീമണിയം വന്ന് വിളക്കൂതി പറഞ്ഞു. ഇടത്തോട്ടാ നമുക്ക് സുള്ളിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും നമ്മളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.